ഹലോ ഗായ്സ്, നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മളൊരു പുതിയൊരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും വെക്കേഷനൊക്കെ ആയിട്ട് ഇങ്ങനെ വെറുതെ ചടഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നമുക്കൊന്ന് പോയി നോക്കാം. ഇത് കറക്റ്റ് പ്ലേസ് പറഞ്ഞാൽ ഫറോക്കിൽ നമ്മൾ മല്ലിക തിയേറ്ററിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് മുന്നോട്ട് പോയി നോക്കാം. ഓക്കെ, അതുപോലെ നമ്മുടെ നമ്മുടെ ലക്ഷ്മണന് കഴിയുന്നതാണ് അവരുടെ ഉള്ളിലെ കാഴ്ചകളാണ് വേണ്ടിയുള്ള ആ ഒരു ആൾക്കാർക്ക് ചെയ്യാൻ എന്നെ മനസ്സിലായി എഴുതുകയാണ് എന്തായാലും ഒരുപാട് മത്സ്യങ്ങൾ ഭംഗിയാണ് കാണാൻ. എല്ലാവരും ആ ഒരു സന്തോഷത്തിലാണ് കാഴ്ചകൾ കണ്ടിട്ട്. നമുക്ക് നമ്മുടെ ജീവിതം ഗൗരിക്കുട്ടി ആകെ സന്തോഷത്തിലാട്ടോ. അവൾക്ക് എന്താ ചെയ്യണ്ടേന്നൊരു ഐഡിയ ഇല്ല. ഓട് തന്നെയാണ്, ഒരുപാട് ഓടിച്ചു തന്നെ പിന്നാലെ. അങ്ങനെ ഓടല്ലേ. ഇത് കണ്ടോ നിങ്ങൾ, എന്ത് ഭംഗിയല്ലേ. ഓ, ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരുപാട് മത്സ്യങ്ങളെ ഒരുമിച്ച് കാണുക എന്നുള്ളത്. അടുത്തതായി നമ്മൾ പോകുന്നത് അവിടെ തന്നെ മറ്റൊരു സെക്ഷനിലേക്കാണ്. ഇവിടെ നമുക്ക് ഒരുപാട് പക്ഷികളെ, ഒരുപാട് മരങ്ങൾ ഒക്കെ കാണാം. ഒന്ന് നോക്കി നോക്കൂ. ഇവിടെ എത്തിയപ്പം നോക്കിയപ്പോൾ എല്ലാവരും സെൽഫി എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇവർക്കും ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ലക്ഷ്മോളൊരു ആഗ്രഹമായിരുന്നു പാമ്പിനെ കഴുത്തിൽ കൂടെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന്. അതെന്തായാലും സാധിച്ചു. അവർക്ക് കുറച്ചൊരു പേടിയുണ്ട്, എന്നാലും കുഴപ്പമില്ല, കടിക്കാത്ത പാമ്പായതുകൊണ്ട് രക്ഷപ്പെട്ടു. അടുത്തതായി നമ്മൾ ഈ കാണുന്നത് നമ്മളെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മൃഗമാണ്. ഒരുപാട് ചെറിയ ചെറിയ മൃഗങ്ങളും പക്ഷികളൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മൾ പോകുന്നത് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഇപ്പോഴത്തെ ഒരു ട്രെൻഡായ മർമെയ്ഡ്, മത്സ്യകന്യക, അവരെ കാണാനാണ്. കണ്ടോ, കുട്ടികളോട് കളിക്കുന്ന പോലെയാണ് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികളാണെങ്കിൽ അതിൻ്റെ സന്തോഷത്തിലാണ്. മിക്കവാറും കുട്ടികൾ ഇത് കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലോ. അങ്ങനെ
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ അടുത്ത പരിപാടി പ്രേത ബംഗ്ലാവ് കയറണം എന്ന് പറഞ്ഞിട്ടുള്ള അടിയാണ്. അതിൽ കയറിയേ പറ്റുള്ളൂ എന്ന്. എന്താ ചെയ്യുക, കയറിയല്ലാണ്ട് നിവൃത്തിയില്ലല്ലോ. എന്തായാലും കയറി നോക്കാം. അതെന്തായാലും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം ഫ്ലാഷ് അടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നന്നായി ഫോൺ യൂസ് ചെയ്യാഞ്ഞത്, അല്ലെങ്കിൽ ഫോൺ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് പോരേണ്ടി വരുമായിരുന്നു. എന്തായാലും നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരിക, കുട്ടികൾക്കൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് പൈസയൊക്കെ ആയിട്ട് വരിക, കുറച്ച് കൂടുതൽ. അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കും, അല്ലെങ്കിൽ അവിടെ കിടന്ന് കരയും. കണ്ടോ, ഇതാണ് അതിന് ഉദാഹരണം. എന്തായാലും ഗൗരിക്കുട്ടി ഹാപ്പിയായി. ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്കുള്ള വഴിയിലാണ്, പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഓർക്കുക, നമുക്ക് ഇതിലൊരു ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 120 രൂപയെ വരുന്നുള്ളൂ. 120 രൂപ. ചെറിയ കുട്ടികൾ, അതായത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റൊന്നും വേണ്ട, നമ്മൾ പേരൻസിൻ്റെ കൂടെ തന്നെ കയറാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. തിരക്കാണ് ഇപ്പോഴും, ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും. അപ്പോൾ ഓക്കെ, ഞങ്ങളെന്തായാലും പോകാനുള്ളൊരു പരിപാടിയാണ്. പുറത്തെ ലൈറ്റൊക്കെ കണ്ടോ, അടിപൊളിയല്ലേ. അപ്പോൾ ബായൊക്കെ പറഞ്ഞ് എല്ലാവരും പോവാണ്. ഗൗരിക്കുട്ടി ഹാപ്പിയാണ്, ലച്ചു ഹാപ്പിയാണ്, കണ്ടോ, അതിൻ്റെ കൂടെ ഞാനും ഹാപ്പിയാണ്. ഓക്കെ, ബൈ ബൈ എല്ലാവർക്കും. അപ്പോൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ. എന്തായാലും ഞങ്ങൾ പോവാണ്. ബൈ ഒക്കെ തന്നിട്ട് ബൈ ബൈ. അടുത്തത് നമ്മൾ ഫറൂഖ് പാലത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഈ ഒരു സ്ഥലം ഉള്ളത്. നമ്മളെ പഴയ പാലമാണ്, ഇപ്പോൾ അത് അടിപൊളിയാക്കിയിട്ടുണ്ട്. പഴയ പാലം കാണാനുള്ളൊരു അവസരം ഇത്രയും കാലമായിട്ട് ഞാൻ ഈ ഒരു റൂട്ടിൽ വന്നിട്ടില്ല കേട്ടോ. രാത്രി ഈ പാലം വന്നതിൻ്റെ ശേഷം എന്തായാലും അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.